ലിയോണൽ മെസ്സിയുടെ വരവനായി കാത്തിരിക്കുകയാണ് ഹൈദരാബാദ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായാണ് ഫുട്ബോൾ മെസ്സിക കാലുകുത്താൻ ഒരുങ്ങുന്നത്. അതിൻ്റെ വലിയ ആവേശത്തിലാണ്. നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തുമ്പോൾ മലയാളികളും ഹൈദരാബാദിലേക്ക് ഒഴുകുകയാണ്. ഇവിടെ പഠിക്കുകയാണോ അതോ മെസ്സിയെ കാണാനായിട്ട് അവിടെ നിന്ന് വന്നതാണ്? അല്ല, നമ്മള് ഇലക്ഷൻ കഴിഞ്ഞ് വോട്ടും കുത്തി അടുത്ത വണ്ടിക്ക് കയറിയതാണ്. ഇവിടെ നാട്ടിലെവിടെ? കാലിക്കറ്റ് കടലുണ്ടി. ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, എന്താണ് മെസ്സി എന്ന് പറയുന്നാൽ പ്രത്യേകിച്ച് മലയാളികൾക്കും ഒക്കെ വലിയ ലോകത്തെ എല്ലാ ഫുട്ബോൾ ആരാധകർക്കും അത്ര വേണ്ട ആവേശമാണ്, ഒരു വികാരമാണ്. ഇതിഹാസമല്ലേ മെസ്സി, ഗോട്ട് ലയണൽ മെസ്സി. എന്നെ കണ്ടില്ല, ഇനി ഒരു അവസരം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. ഒപ്പം തന്നെ കേരളത്തിലേക്ക് വരാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന്റെ ഒരു ചെറിയ സങ്കടമോ ഒക്കെ തന്നെ. സങ്കടം തീർക്കാനാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. നിങ്ങളെ ഒരു ബാക്കിക്കാരാണ് അതിന്റെ പറയുന്നില്ല. അപ്പോൾ മെസ്സിയെ പോലെ ഒരു മെസ്സി ഇനി ഉണ്ടാവും തോന്നില്ല. അപ്പോൾ പുള്ളിയൊക്കെ നമുക്ക് ഇനി ഒരു ചാൻസ്, അത് അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണല്ലോ. ഓക്കെ, ഈ കേരളത്തിൽ വരാത്തതിന്റെ വല്ലാത്തൊരു നിരാശയുണ്ട്. അപ്പോൾ അത് പരിഹരിക്കാൻ കുറച്ചെങ്കിലും ഇത് ഇങ്ങോട്ട് വന്ന് പരിഹരിക്കാൻ ഫ്യൂച്ചറിൽ അതിന് മാറ്റം വരുന്നു നമ്മൾ വിശ്വസിക്കുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല എക്സൈറ്റഡ് ആണ് മെസ്സിനെ കാണാൻ പറ്റുന്നത്. കൊൽക്കത്തയിൽ കുറച്ച് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. മാച്ച് ഉണ്ടെന്ന് പറഞ്ഞു കേട്ട് മെസ്സിന്റെ അത് കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ പറഞ്ഞതുപോലെ തന്നെ ധാരാളം മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ. ഒരുപാട് പേര് നാട്ടിൽ നിന്ന്, കണ്ണൂരിൽ നിന്നും ആലപ്പുഴയിൽ നിന്നൊക്കെ കുറേ പേര് ഈ വഴിയിൽ കണ്ടതാണ്. എന്തായാലും ഹൈദരാബാദ് ഒപ്പം തന്നെ തെക്കേ ഇന്ത്യ തന്നെ കാത്തിരിക്കുകയാണ് ഗോട്ട് ലിയോണൽ മെസ്സിയുടെ വരവിനായി. ആ വരവ് ആഘോഷമാക്കാനായി. കൊൽക്കത്തയിലെ പോലെ തന്നെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവില്ലെന്നും മെസ്സിയും ഒപ്പം തന്നെ തെലങ്കാന CM രേവന്ത് റെഡ്ഡിയും തമ്മിലൊരു 7 ഫുട്ബോൾ മത്സരം ഉണ്ട് എന്നുള്ളതായിരുന്നു പ്രഖ്യാപനം. അതുണ്ടാവും. മെസ്സി കളത്തിലെത്തുമെന്നും മെസ്സിയുടെ ആ വിഖ്യാതമായ ചടലങ്ങൾ അല്ലെങ്കിൽ ആ ഇടങ്കാലിൽ നിന്ന് ഒരു ഗോൾ അത് പിറക്കുന്നതും കാണാനുള്ള വലിയ ആകാംക്ഷയിലാണ് ആരാധകരെല്ലാവരും. അക്കൂട്ടത്തിൽ നമ്മുടെ മലയാളികളുമുണ്ട്. ഹൈദരാബാദിൽ നിന്ന് ശ്രീകാന്തിനൊപ്പം അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.